നിങ്ങൾക്കറിയാമോ, നിങ്ങളിപ്പോൾ എടുത്ത ശ്വാസമില്ലേ, അതിന്റെ വലിയൊരു ഭാഗം വരുന്നത് ഒരു വലിയ കാട്ടിൽ നിന്നാണ് എന്ന്. അവിടെ നിങ്ങൾക്ക് വഴിതെറ്റിപ്പോയാൽ പിന്നെ ജീവിതത്തിലോട്ടൊരു തിരിച്ചുവരവില്ലാത്ത ഒരു കാട്. ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ ജീവൻ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന ലക്ഷക്കണക്കിന് ഭയാനകമായ മൃഗങ്ങളോടും വിഷമുള്ള സസ്യങ്ങളോടും പ്രാണികളോടും നിങ്ങൾക്ക് പോരാടേണ്ടി വരുന്ന ഇടം. ഈ കാടിന്റെ ജൈവ വൈവിധ്യത്തിന്റെ 10% മാത്രമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളതെന്നും ബാക്കി 90% ഇപ്പോഴും നമ്മുടെ ഭാവനയ്ക്കപ്പുറമാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. അതെ, ഭൂമിയുടെ ശ്വാസകോശമെന്ന് വിളിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലുതും രഹസ്യങ്ങൾ നിറഞ്ഞതുമായ ആമസോൺ മഴക്കാടുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ വിസ്തൃതി 55 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. വലിപ്പത്തിൽ ഇത് ഇന്ത്യയേക്കാൾ 2 ഇരട്ടിയാണ്. കൂടാതെ ദുബായ് പോലെയുള്ള 157 രാജ്യങ്ങൾ ഇതിൽ സുഖമായി ഉൾക്കൊള്ളാൻ സാധിക്കും. ആമസോൺ വെറുമൊരു കാട് മാത്രമല്ല, അത് ഭൂമിയിലെ മറ്റൊരു പച്ച ഭൂഖണ്ഡമാണ്. അത് തന്റെ ഉള്ളിൽ എണ്ണമറ്റ പറയാത്ത കഥകളും ഭയങ്ങളും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ഇതിന്റെ ഓരോ കേട്ടാൽ നിങ്ങളുടെ ആത്മാവ് വിറയ്ക്കുന്ന ഒരു ജീവനുള്ള ചരിത്രമാണ്. ആമസോണിലെ നിശബ്ദത മരണത്തിന്റെ സൂചന നൽകുന്നതുപോലെയാണ്. ലോകത്തിലെ ഏറ്റവും വിചിത്രവും ഭയാനകവും കീഴടക്കാൻ കഴിയാത്തതുമായ മൃഗങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്. കാണുന്നതിനു മുൻപ് തന്നെ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷമായേക്കാവുന്ന ആയിരക്കണക്കിന് രഹസ്യ ജീവികൾ ഇവിടെയുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അപ്രത്യക്ഷമാകുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? കാരണം നൂറുകണക്കിന് വർഷങ്ങളായി പര്യവേക്ഷകർ ഒരു ഐതിഹ്യം കേട്ടിട്ടുണ്ട്. എൽ ഡൊറാഡോ, ഒരു സ്വർണ്ണ നഗരം. നാടോടിക്കഥകൾ അനുസരിച്ച് ഇതിന്റെ റോഡുകൾ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സമ്പത്ത് ഭാവനയ്ക്കപ്പുറമാണ്. ഒരിക്കൽ ഇവിടെ പോകുന്നവർ പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറയപ്പെടുന്നു. നമുക്ക് ആ സ്വർണ്ണ നഗരത്തെക്കുറിച്ചറിയാം. എന്നാൽ അതിനു മുൻപ് ആമസോണിലെ ഏറ്റവും ഭയാനകമായ നിവാസികളെ അല്പം പരിചയപ്പെടാം. ഒറ്റയടിക്കൊരു മാനിനെയോ ജഗ്വാറിനെയോ വിഴുങ്ങുന്ന 30 അടി നീളമുള്ള അനക്കൊണ്ടയെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ആമസോണിലെ ഈ നിശബ്ദ വേട്ടക്കാരന്റെ ഒറ്റപ്പിടിയിൽ വലിയ മൃഗങ്ങളുടെ അസ്ഥികൾ തകരുകയും ശ്വാസം നിലയ്ക്കുകയും ചെയ്യുന്നു. വെള്ളത്തിനടിയിൽ മറ്റൊരു ഭയം ഒളിഞ്ഞിരിപ്പുണ്ട്: പിരാനകൾ. ചെറുതാണെങ്കിലും അവയുടെ ക്രൂരത ഭയാനകമാണ്. തനിച്ചായിരിക്കുമ്പോൾ പരുപക്ഷെ അത്ര അപകടകാരികളല്ല. എന്നാൽ കൂട്ടമായി ആക്രമിക്കുമ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരു വലിയ മൃഗം പോലും അസ്ഥികൂടമായി ഒഴുകാൻ തുടങ്ങും. ആഴക്കടലിൽ ഇലക്ട്രിക് ഈലിന്റെ ഭയമുണ്ട്. അതിന്റെ 800 വോൾട്ട് ഷോക്ക് ശക്തനായ ഏത് മൃഗത്തെയും എന്നേക്കുമായി നിശബ്ദമാക്കും. കാടിന്റെ തണലുള്ള ഇലകൾക്കിടയിലൂടെ നിശബ്ദമായി വരുന്ന ഒരു പുരാതന വേട്ടക്കാരൻ, ജഗ്വാർ. അത് ഓടുകയോ നിലവിളിക്കുകയോ ചെയ്യുന്നില്ല. കൃത്യമായ ഒറ്റ പ്രഹരം കൊണ്ട് ഇരയെ ഇല്ലാതാക്കുന്നു. എന്നാൽ ആമസോണിന്റെ യഥാർത്ഥ ഭയം അതിലെ ഏറ്റവും ചെറിയ ജീവികളിൽ ഒളിച്ചിരിക്കുന്നു. മരങ്ങളുടെ കൊമ്പുകളിലോ ഇലകളുടെ മടക്കുകളിലോ ഒളിച്ചിരിക്കുന്ന ചെറിയ വർണ്ണാഭമായൊരു തവള, പോയിസൺ ഡാർട്ട് ഫ്രോഗ്. ഇതിന്റെ ചർമ്മത്തിൽ തൊട്ടാൽ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളുടെ ഹൃദയം നിലച്ചുപോയേക്കാം. പിന്നെ ബുള്ളറ്റ് ആൻഡ് എന്നു പേരുള്ള ഒരു ഉറുമ്പുണ്ട്. അത് കടിച്ചാലുണ്ടാകുന്ന വേദന നെഞ്ചിലെരിയുന്ന ഒരു വെടിയുണ്ട തുളച്ചുകയറിയതുപോലെയാണ്. രക്ഷപ്പെടുന്നവർക്ക് ജീവിതകാലം മുഴുവൻ ഈ കാടിന്റെ ഭയം മറക്കാൻ കഴിയില്ല. ആമസോൺ എന്നത് പ്രാകൃതികമായ ഭംഗി മാത്രമല്ല, അത് ജീവനുള്ള ഒരു മരണക്കിണിയാണ്. അവിടെ ഓരോ നിമിഷവും ജീവനോടെ ഇരിക്കുക എന്നതൊരു അത്ഭുതമാണ്. നിങ്ങൾക്കൊരുപക്ഷെ ആമസോണിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അറിയാമായിരിക്കും. എന്നാൽ ഇന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത് നിങ്ങളുടെ ഭാവനയെപ്പോലും തോൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടോ? നഗരങ്ങളിൽ ഇന്റർനെറ്റും വൈദ്യുതിയോ മൊബൈലോ ഇല്ലാതെ നമുക്കൊരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. എന്നാൽ ഇതേ ലോകത്ത് ഇതിലൊന്നും അറിയാൻ ആഗ്രഹിക്കാത്ത ചില ആളുകളുണ്ട്. കാണാൻ നമ്മളെപ്പോലെയാണെങ്കിലും അവർ നമ്മിൽ നിന്ന് തികച്ചും വ്യത്യസ്തരാണ്. അവർക്ക് നമ്മുടെ ഭാഷ മനസ്സിലാകുന്നില്ല, നമ്മളെപ്പോലെ വസ്ത്രം ധരിക്കുന്നില്ല. ക്യാമറയുമായി നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോയാൽ അവർ നിഴൽ പോലെ സാന്ദ്രമായ കാട്ടിലേക്ക് അപ്രത്യക്ഷരാകും. ചിലർ പറയുന്നത് ഇവർ മനുഷ്യരല്ല, സമയത്തിന്റെ ആഴങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഭൂതകാലത്തിന്റെ ഒരു ജീവനുള്ള ചിത്രമാണ് എന്നാണ്. അബദ്ധത്തിൽ നിങ്ങൾ അവരുടെ പ്രദേശത്തേക്ക് പോയാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ യാത്രയായേക്കാം. അവർ വില്ലും അമ്പുമായി നടക്കുന്നു. മരത്തൊലിയും മൃഗങ്ങളുടെ തോലും കൊണ്ട് വസ്ത്രങ്ങളുണ്ടാക്കുന്നു. ഈ കാട്ടിലെ ഓരോ മരത്തെയും അവർ കൈപ്പത്തി പോലെ തിരിച്ചറിയുന്നു. അവർ ഈ കാടിന്റെ ജീവനുള്ള ഭൂപടമാണ്. ഇന്നുവരെ ഒരു സാറ്റലൈറ്റിനും കണ്ടെത്താൻ കഴിയാത്ത വഴികൾ അവരുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ആളുകൾക്ക് പാസ്പോർട്ടില്ല, ദേശീയതയില്ല. എന്നാൽ അവർ ലോകത്തിലെ ഏറ്റവും പുരാതനമായ കഥകളുടെ ജീവനുള്ള സാക്ഷികളാണ്. ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതൊരു ജീവനുള്ള ടൈം ക്യാപ്സ്യൂൾ പോലെയാണെന്നാണ്. പുരാതന സംസ്കാരം ഇന്നും മറഞ്ഞിരിക്കുന്ന ഒരു ലോകത്ത് ജീവിക്കുന്നു. നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിൽ ആളുകളെ കണ്ടെത്തുന്നു. എന്നാൽ ഇവരെ കണ്ടെത്താൻ കണ്ണുകൾക്ക് പകരം ആന്തരിക ദൃഷ്ടി ആവശ്യമാണ്. സങ്കൽപ്പിച്ചു നോക്കൂ, ആമസോണിലെ ആയിരക്കണക്കിന് ഭയാനകമായ മൃഗങ്ങൾ, ഓരോ നിമിഷവും ഒളിച്ചിരിക്കുന്ന മരണക്കെണി, അതിനു മുകളിൽ ഭയാനകമായ ആദിവാസികൾ. ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്ക് ആ സ്വർണ്ണ നഗരത്തിൽ എത്താൻ കഴിയുമോ? ആരെങ്കിലും ശരിക്കും ആ സ്വർണ്ണ നഗരത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സമയം 1925 ആയിരുന്നു. അന്ന് ലോകം മുഴുവൻ പൂർണ്ണമായും കണ്ടെത്തപ്പെട്ടിരുന്നില്ല. ഭൂപടത്തിൽ ആമസോൺ ഒരു വലിയ പച്ച ശൂന്യതയായിരുന്നു. ആ ശൂന്യതയ്ക്ക് നടുവിലാണ് ഇന്നും രഹസ്യമായി തുടരുന്ന ഒരു പര്യവേക്ഷണത്തിന്റെ കഥ ആരംഭിച്ചത്. ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനും പര്യവേക്ഷകനുമായ പേഴ്സി ഹാരിസൺ ഫോസറ്റിന് ആമസോണിന്റെ ആഴങ്ങളിൽ
സിറ്റി സെഡ് എന്ന് അദ്ദേഹം പേരിട്ട ഒരു പുരാതന വികസിത നഗരം ഒളിച്ചിരിപ്പുണ്ടെന്ന് പണ്ടേ ഉറപ്പായിരുന്നു. ഇതൊരു സാധാരണ നഗരമല്ലെന്നും ചരിത്രത്തെ മാറ്റിയെഴുതുന്ന അറിവും സാങ്കേതികവിദ്യയും ഒളിഞ്ഞിരിക്കുന്ന സ്വർണം കൊണ്ട് മൂടിയ ഒരു പുരാതന സംസ്കാരത്തിന്റെ കേന്ദ്രമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. കുടുംബത്തെയും ആധുനിക സംസ്കാരത്തെയും ഉപേക്ഷിച്ച് അദ്ദേഹം ആമസോണിന്റെ അജ്ഞാതമായ വഴികളിലേക്ക് ചുവടുവെച്ചു. അദ്ദേഹത്തോടൊപ്പം 21 വയസ്സുള്ള മകൻ ജാക്ക് ഫോസറ്റും വിശ്വസ്തനായ സുഹൃത്ത് റാലെ റിമ്മലും ഉണ്ടായിരുന്നു. 3 മനുഷ്യർ, ചില കോമ്പസുകൾ, ഒരേ ഒരു ലക്ഷ്യം, സിറ്റി സെഡ് കണ്ടെത്തുക. പിന്നെ പെട്ടെന്നൊരു ദിവസം എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു. കത്തോ വാർത്തയോ സൂചനയോ ഒന്നുമില്ല. ആ 3 മനുഷ്യർ ഈ ലോകത്ത് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നതുപോലെയാണ്. അങ്ങനെ അവർ ആഴമേറിയ കാട്ടിൽ അപ്രത്യക്ഷരായി. ആയിരക്കണക്കിന് ആളുകൾ അവരെ തിരഞ്ഞു, നിരവധി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. എന്നാൽ അവരെവിടെയാണ് വഴിതെറ്റിയതെന്ന് ആർക്കും അറിയാൻ കഴിഞ്ഞില്ല. കാട്ടിലെ ഏതെങ്കിലും ഗോത്രവർഗ്ഗക്കാരുടെ കൈകളാൽ അവർ കൊല്ലപ്പെട്ടു എന്ന് ചിലർ പറയുന്നു. ചിലർ പറയുന്നത് അവർ സിറ്റി സെഡിൽ എത്തിയെന്നും, എന്നാൽ അവിടുത്തെ സമ്പത്തും അറിവും കണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം നഗരലോകത്തേക്ക് തിരികെ വന്നില്ല എന്നുമാണ്. ആധുനിക യുഗം തയ്യാറാകാത്ത ഏതോ സത്യം അവർ കണ്ടിട്ടുണ്ടെന്ന് വേറെ ചിലർ വിശ്വസിക്കുന്നു. ഇന്നും സാറ്റലൈറ്റുകളിൽ ചിലപ്പോൾ ചില വിചിത്രമായ നിർമ്മിതികളും അജ്ഞാതമായ നിഴലുകളും കാണാനാകും. പക്ഷേ അവ സെഡ് നഗരത്തിന്റെ അവശിഷ്ടങ്ങളായിരിക്കാം. പരിപക്ഷേ പേഴ്സി ഫോസറ്റ് വിജയിച്ചിരിക്കാം. എന്നാൽ അദ്ദേഹത്തിന്റെ കഥ ഇന്നും പൂർത്തിയാകാത്ത ഒരു രഹസ്യമാണ്. ഭൂമിക്കടിയിലും ഒരു നദി ഉണ്ടാകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ല, ഇതൊരു സാങ്കല്പിക കഥയല്ല, ഇതൊരു സത്യമാണ്. ആമസോണിന്റെ ആഴങ്ങളിൽ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ താഴെ റിയോ ഹംസ എന്നു പേരുള്ള ഒരു രഹസ്യ നദിയുണ്ട്. ശാസ്ത്രജ്ഞർ ഇതിനെ നദി എന്ന് വിളിക്കുന്നു. എന്നാൽ ഇത് ശരിക്കും ഭൂമിയുടെ കിലോമീറ്ററുകൾ താഴെ സാവധാനമൊഴുകുന്ന ഏകദേശം 6000 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ ജലപ്രവാഹമാണ്. ഈ നദി കണ്ണുകൾക്ക് ദൃശ്യമല്ല, എന്നാൽ ഇത് ഭൂമിയുടെ ഏറ്റവും ആഴത്തിലുള്ള പാളികളിലൂടെ ഒഴുകുന്നു. ആമസോണിന്റെ രഹസ്യം ഇവിടെ തീരുന്നില്ല. കാടിന്റെ നിശബ്ദമായ ഇരുട്ടിൽ ആധുനിക ശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന ചില ജീവികളുണ്ട്. അർദ്ധരാത്രിയിൽ ചിലപ്പോൾ മനുഷ്യന്റെ ആകൃതിയിലുള്ള ജീവികളെ കാണാറുണ്ടെന്ന് പ്രാദേശിക ഗോത്രവർഗ്ഗക്കാർ പറയുന്നു. അവയുടെ ശരീരം മനുഷ്യനെ പോലെയാണെങ്കിലും തലയിൽ ഒരു വലിയ കണ്ണ് മാത്രമാണുള്ളത്. ആ കണ്ണ് ഇരുട്ടിലും തിളങ്ങുന്നു. അവർ നിശബ്ദമായി നടക്കുന്നു, ശബ്ദമൊന്നും ഉണ്ടാക്കുന്നില്ല. എന്നാൽ അവരുടെ സാന്നിധ്യം അനുഭവപ്പെടും. ചുറ്റുമുള്ള പക്ഷികളുടെ ശബ്ദം പെട്ടെന്ന് നിലയ്ക്കുന്നു, കാറ്റ് തണുക്കുന്നു. അവയുടെ ചർമ്മത്തിന്റെ നിറം പച്ച കലർന്ന ചാരനിറമാണ്. അത് കല്ലുകൊണ്ടുണ്ടാക്കിയതുപോലെ വലിഞ്ഞു മുറുകിയിരിക്കുന്നു. അവർ തനിച്ചാണ് ജീവിക്കുന്നത്, കൂട്ടമായി നടക്കുന്നില്ല. എന്നാൽ അവരെ കാണുമ്പോൾ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മറന്നുപോകും. ഇത് ഭൂമിയിലെ ഏതെങ്കിലും അജ്ഞാത ജീവിവർഗമാണോ, അതോ പ്രകൃതിയെ സംരക്ഷിക്കാൻ യുഗങ്ങളായി ഇവിടെയുള്ള കാടിന്റെ കാവൽക്കാരാണോ? ഇത് വെറുമൊരു കഥയാണോ, അതോ ആമസോണിന്റെ ഇരുട്ടിൽ നമ്മുടെ അറിവിന് പൂർണ്ണമായും അപ്പുറത്തുള്ള എന്തെങ്കിലും ശരിക്കും ഒളിച്ചിരിപ്പുണ്ടോ? നമ്മൾ ശ്വാസമെടുക്കുമ്പോഴെല്ലാം ആമസോൺ ഓക്സിജൻ നൽകി നമുക്ക് ജീവൻ തരുന്നു. അത് യാതൊരു ആവശ്യങ്ങളുമില്ലാതെ, യാതൊരു നന്ദിയും പ്രതീക്ഷിക്കാതെ നിശബ്ദമായി ഒരു വലിയ ഉത്തരവാദിത്തം നിർവഹിക്കുന്നു. എന്നാൽ നാഗരികരായ മനുഷ്യർ അതിനെന്താണ് നൽകുന്നത്? ഓരോ മിനിറ്റിലും ഏകദേശം 3 ഫുട്ബോൾ മൈതാനങ്ങൾക്ക് തുല്യമായ കാട് നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷമാകുന്നു. ഓരോ മണിക്കൂറിലും ഒരു ജീവിവർഗം വംശനാശം സംഭവിക്കുന്നു. മരങ്ങൾ മുറിക്കപ്പെടുന്നു, മൃഗങ്ങൾ കൊല്ലപ്പെടുന്നു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മനുഷ്യൻ തന്നെ തെറ്റിക്കുന്നു. ഈ കാട് നമുക്ക് ഓക്സിജൻ നൽകുന്നു, മേഘങ്ങളെ ഉണ്ടാക്കുന്നു, മഴ കൊണ്ടുവരുന്നു, ഭൂമിയുടെ താപനിലയെ പോലും നിയന്ത്രിക്കുന്നു. എന്നിട്ടും മരത്തിനും സോയാബീൻ ഫാം ഉണ്ടാക്കാനുമുള്ള അത്യാഗ്രഹം കൊണ്ട് നമ്മൾ അതിനെ വെട്ടി നശിപ്പിക്കുന്നു. ആമസോൺ ഒരു ദിവസം പൂർണ്ണമായി നശിച്ചുപോയാൽ മനുഷ്യർക്ക് ജീവിക്കാൻ പോലും സാധിക്കാത്ത വിധം ഭൂമിയിലെ കാലാവസ്ഥ മാറുമെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഓർക്കുക, ആമസോൺ നഷ്ടപ്പെടുന്നതിലൂടെ ഒരു കാട് മാത്രമല്ല നഷ്ടപ്പെടുന്നത്, നമ്മുടെ ഭാവി കൂടിയാണ്. നമ്മുടെ കുട്ടികളുടെ ശ്വാസവും ഈ മനോഹരമായ ലോകവും നഷ്ടപ്പെട്ടേക്കാം. സമയം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, എന്നാൽ ഘടികാരത്തിലെ സൂചി നിൽക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ ഉണർന്നില്ലെങ്കിൽ ഒരു ദിവസം ആമസോൺ ചരിത്രത്താളുകളിൽ എഴുതിയ ഒരു പേര് മാത്രമായിരിക്കും. കൂടാതെ ഭൂമിയിലെ ഏറ്റവും വലിയ നിധി സ്വന്തം കൈകൾ കൊണ്ട് സാവധാനം നശിപ്പിച്ച തലമുറയായിരിക്കും നമ്മൾ. വീഡിയോ മുഴുവൻ കണ്ടതിന് ഒത്തിരി നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ രഹസ്യങ്ങൾ അറിയാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്തു വെക്കൂ. ഒപ്പം സ്ക്രീനിൽ കാണുന്ന ഈ വീഡിയോകളും കാണാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.